നിങ്ങൾ +1 +2 എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇപ്രാവശ്യം ഫുൾ A+ വാങ്ങിക്കണ്ടേ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. ജസ്റ്റ് നോർമൽ ടിപ്സ് അല്ല ഞാനിവിടെ പറയുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഫുൾ A+ സ്റ്റുഡൻസിനെ മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്നും ആക്ച്വലി സെപ്പറേറ്റ് ചെയ്യുന്നവയാണ്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ 5.5 മണിക്കൂർ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ കൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ +1 +2 എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ് 10 വരെയുള്ളതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ഡീപ്പായിട്ട് കൂടുതൽ വോളിയത്തിലാണ് +1 and +2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ നിങ്ങൾ എടുക്കുന്ന അപ്രോച്ചും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം. ഒരു സ്മാർട്ട് സ്ട്രാറ്റജിയും അത്യാവശ്യമാണ്. അതിന് ഇനി പറയുന്ന 7 ടിപ്സ് ശ്രദ്ധിച്ചു കേൾക്കുക. വീഡിയോയുടെ ലാസ്റ്റ് സ്റ്റഡി റൂട്ടീനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്പർ 1, ബിൽഡ് എ ചാപ്റ്റർ മാസ്റ്ററി ട്രാക്കർ. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു സിലബസ് ചെക്ക് ലിസ്റ്റ് അല്ല. അത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ഓരോന്ന് പഠിക്കുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. ബട്ട് റിയൽ ട്രാക്കിംഗ് ഇസ് മാസ്റ്ററി ട്രാക്കിംഗ്. സോ അതിനായിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് നിങ്ങൾ വാങ്ങിക്കുക. ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്റർ വീതം നിങ്ങൾ അതിൽ എഴുതുക. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ എടുക്കുക. അതിന് നേരെയായിട്ട് 3 ലെവൽസ് എഴുതുക. ഐ ഹാവ് റീഡ് ഇറ്റ്, ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്, ഐ ക്യാൻ അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസ് ഓൺ ഇറ്റ്. എന്നിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമല്ലോ, പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഏത് ലെവലിലാണ് ഉള്ളതെന്ന് ട്രാക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. എല്ലാ സബ്ജക്റ്റിന്റെയും ഫുൾ ചാപ്റ്റേഴ്സിലും ഇങ്ങനെ ചെയ്യണം. ഈ ഒരു അവയർനെസ് തന്നെ നിങ്ങളുടെ മാർക്ക് കൂട്ടും. 3ാമത്തെ ലെവലിലായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. നമ്പർ 2, ആൻസർ റൈറ്റിംഗ് സ്കിൽ. നിങ്ങൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് A+ കിട്ടില്ല. പ്രോപ്പർ ആയിട്ട് ആൻസർ എഴുതാനും നിങ്ങൾ പഠിക്കണം. നമ്മുടെ കേരള ബോർഡ് എക്സാമിലൊക്കെ ഈ എക്സാമിലെ പ്രസന്റേഷനും കീവേഡ്സും സ്ട്രക്ചറും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ ആഴ്ചയിൽ ഒരു തവണ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്യുക, അതിലൊരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുക. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാവണം. സോ ബുക്ക് അടിച്ചു വെച്ച് അതിന്റെ ആൻസർ റിയൽ എക്സാം പോലെ തന്നെ കണ്ടെഴുതുക. ആൻഡ് അറ്റ് ലാസ്റ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്തൊക്കെ തെറ്റ് വരുത്തി, എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്നൊക്കെ. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനായിട്ട് ഒരു ടൈം അലോട്ട് ചെയ്ത് നോക്കുക, once in a week. നമ്പർ 3, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആർ ഗോൾഡ് ബട്ട് യൂസ് ദം സ്മാർട്ട്ലി. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. പക്ഷെ വെറുതെ സോൾവ് ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ. ഓരോ ചോദ്യത്തിന് ശേഷം സ്വയം ചോദിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത് എന്ത് കോൺസെപ്റ്റിനെയാണ്? ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് അറിയാമോ? അത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ, ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. നമ്പർ 4, ഡെറിവേഷൻസ് ആർ നോൺ നെഗോഷ്യബിൾ. ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പം ഈ ഡെറിവേഷൻസ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം അതൊക്കെ ഡയറക്ട്ലി എക്സാമിൽ വരുന്നതാണ്. ആൻഡ് പ്രോപ്പർ ആയിട്ട് ആ ഡെറിവേഷൻസ് മനസ്സിലാക്കിയെടുത്താൽ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. സോ ഒരിക്കലും ഡെറിവേഷൻസ് കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ ഒരു ഡെറിവേഷനിലേക്ക് എത്തിയതെന്ന്. പഠിച്ചു കഴിഞ്ഞാൽ എഴുതി തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയും സൂപ്പറായിട്ട് എഴുതാൻ പറ്റുന്നത് വരെ ഈ പ്രാക്ടീസിങ് തുടരുക. നമ്പർ 5, കേസ് ബേസ്ഡ് തിങ്കിങ്. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് പഠിക്കുമ്പം റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഓരോ കോൺസെപ്റ്റും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യും. ഇപ്പം ഒരു അക്കൗണ്ടിങ് എൻട്രി ചെയ്യുന്ന സമയത്ത് അതൊരു റിയൽ ബിസിനസ് സിനാരിയോ ആണെന്ന് ഇമാജിൻ ചെയ്തിട്ട് ചെയ്യുക. എക്കണോമിക്സിലെ കോൺസെപ്റ്റ് ഒക്കെ ന്യൂസ് ആർട്ടിക്കിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. സോ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റ് ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെ എക്സാംസിലെ ലോങ് ആൻസേഴ്സ് വരുമ്പോഴും അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്പർ 6, ഫിക്സ് യുവർ എനർജി സ്ലോട്ട്സ്, നോട്ട് ജസ്റ്റ് ടൈം സ്ലോട്ട്സ്. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ടൈം ഉണ്ടാവും, പക്ഷേ നിങ്ങളുടെ എനർജി വേണ്ട രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അപ്പൊ പഠിക്കാനൊക്കെ നിങ്ങൾ ഹൈ എനർജി ടൈം ട്വൈസ് ആയിട്ട് ഉപയോഗിക്കുക. അത് ചിലപ്പോൾ രാവിലെ നേരത്തെ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള നൈറ്റ്സ് ആവാം. ആൻഡ് ഹൈ എനർജി ടൈമിൽ കഷ്ടമുള്ള സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. റിവിഷൻ ആൻഡ് ലൈറ്റ് റീഡിങ്ങിനൊക്കെ ലോ എനർജി ടൈം ഉപയോഗിക്കാം. ഗൈസ്, നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ പഠിച്ചു എന്ന് കരുതൂ. പക്ഷെ ഇങ്ങനെ പഠിച്ചത് റോങ് എനർജി സ്ലോട്ടിലാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ലോ റിട്ടൻഷൻ കാരണമാവും. സോ അത് മൈൻഡിൽ വെക്കുക. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, 3 days ബിഫോർ ദി എക്സാം സ്റ്റോപ്പ് ലേണിംഗ് ന്യൂ, സ്റ്റാർട്ട് കൺസോളിഡേറ്റിംഗ്. ഞാൻ ഏകദേശം മോസ്റ്റ് ഓഫ് ദ വീഡിയോസിലും പറയാറുണ്ട്, ദയവ് ചെയ്ത് എക്സാമിന്റെ തലേ ദിവസം പഠിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള സമയം വേസ്റ്റ് ചെയ്യരുതെന്ന്. അന്നു എടുക്കുന്നത് അന്നു തന്നെ പഠിക്കുക, റിവിഷനും പ്രോപ്പർ ആയിട്ട് ചെയ്യുക. സോ എക്സാമിന്റെ 3 ദിവസം മുമ്പ് പുതിയ ടോപ്പിക്കുകൾ പഠിക്കരുത്. ഓൺലി റിവിഷൻ, ക്വിക്ക് നോട്ട്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഈ ലാസ്റ്റ് 3 days നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് നിങ്ങളെ മൈൻഡിൽ ഉറപ്പിക്കാൻ ട്രൈ ചെയ്യൂ. ഈ സോൾട്ടിഫൈ ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഗൈസ്, ഈ 7 ടിപ്സ് മസ്റ്റ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ടിങ് മുതൽ ഫോളോ ചെയ്തോളൂ. പബ്ലിക് എക്സാം വരെ ഇതിങ്ങനെ ഫോളോ ചെയ്ത് പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഫുൾ A+ വാങ്ങിക്കും എന്നത് ഞാൻ ഷുവർ ആയിട്ട് പറയും. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്താൽ ഫുൾ A+ കിട്ടില്ല. സോ മസ്റ്റ് ഫോളോ ദിസ് ടിപ്സ്.
ഇനി സ്റ്റഡി ടൈം ടേബിൾ നോക്കാം. +1 +2 മോർ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഞാനിവിടെ ഒരു റുട്ടീൻ ഷെയർ ചെയ്യും. സ്കൂളിൽ പോകുന്ന ടൈമിൽ ഫോളോ ചെയ്യാനായിട്ടുള്ള റുട്ടീനാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇതിങ്ങനെ ഫോളോ ചെയ്യണം എന്നില്ല, അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക. എന്തായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടി വരും. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 5.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ പറ്റും വിത്ത് പ്രോപ്പർ ബ്രേക്സ്. വീക്കെൻഡ്സിൽ പഠിക്കാനായിട്ട് നിങ്ങൾ തന്നെ ഒരു ഡീപ് സെഷൻ ഇൻക്ലൂഡ് ചെയ്യുക. എക്സാം വീക്കിലാണെങ്കിൽ ഈ ഒരു റുട്ടീൻ ഒക്കെ നിങ്ങൾ ചേഞ്ച് വരുത്തിയേ പറ്റൂ. ആൻഡ് ഈ ഒരു റുട്ടീൻ കാണുമ്പം നിങ്ങൾക്ക് തോന്നും കുറേ ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഉണ്ടല്ലോ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളിത് ഫോളോ ചെയ്താൽ ഫുൾ A+ അടുത്തേക്ക് നിങ്ങൾ എത്തും. ഗ്യാരണ്ടി അല്ല, പക്ഷെ ആ ഒരു ചാൻസ് മാസീവ്ലി കൂടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഗൈസ്, ഈ ഒരു ഫുൾ A+ നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. നിങ്ങൾ പഠിക്കണം. ആ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങളും ഈ ഒരു റുട്ടീനും ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സിലെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.